ഈ കുരു തന്നെ നല്ല ടേസ്റ്റാട്ടോ. അതിൻ്റെ അതൊരു കറയുണ്ട്, അത് പല്ലെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോവില്ല. നല്ല മഴയായതുകൊണ്ട് ശരിക്കും പറയുന്നുണ്ട് ഈ പുളി കണ്ടോ നിങ്ങൾ, ഇതുകൊണ്ട് ഈ രീതിക്ക് ഉണങ്ങി വരുന്നുണ്ട്. അത് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഒരു വെറൈറ്റിയും വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വില്ലേജ് റൂട്ട് സ്റ്റോറീസ് എന്നുള്ള ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ചൊക്കെ വ്യത്യസ്തമായി കണ്ടന്റ് വീഡിയോകൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുടംപുളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണേ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഈ കുടംപുളി എന്തുകൊണ്ട് ഇങ്ങനെ കറുത്തിരിക്കുന്നു, പച്ചപ്പുളിയായ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനിറ്റ്, ഇങ്ങനെ ഇരിക്കുന്ന പുളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കായുണ്ട്. ഇതിൻ്റെ പരിപ്പെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതിപ്പോൾ ഒരു 100 ഗ്രാമെങ്കിലും ഉണ്ട് ഈ പുളി ശരിക്കും പറഞ്ഞാൽ ഇത് കീറി കണ്ടിച്ച് വരുമ്പോഴത്തേനൊരു 25 ഗ്രാമിലേക്ക് വരും. അത്രയും സംവിധാനത്തിലേക്ക് ആക്കിയെടുക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ടും ബെല്ലൈക്കൺ എനേബിൾ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ മനോഹരമായ കാഴ്ചയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുളിയുടെ ചുവട്ടിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ നമ്മുടെ പുളി, ഇതാണ് കുടംപുളി. ഈ സാധനം എങ്ങനെയാണ് കറുത്ത് വന്നതെന്ന് നമുക്ക് കാണാട്ടോ. പുളിമരം ദേ നിൽക്കും, ഇതിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, പുളിയുടെ മണ്ടയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനല്ലാണ്ട് ഇതിന് മേളിൽ കയറില്ല, താഴെ എന്ന് വെച്ചുള്ള അഭ്യാസമുള്ളൂ. ഇങ്ങോട്ട് ട്രൈ ചെയ്യും. അപ്പം നമുക്ക് ഈ പൊടിയെല്ലാം കളക്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ പറക്കി എടുക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ പറക്കി എടുക്കാം കേട്ടോ. അവൻ മേടിൽ നിന്ന് ഇറങ്ങിയവനുണ്ട്, ഇതേടാ പറിച്ചിട്ടിട്ട് ഇറങ്ങിയവനുണ്ട്. ഇതാണ് കുടംപുളി. നമ്മൾ പറിച്ചു കൊണ്ടെന്ന് വെച്ചാൽ കുടംപുളി കണ്ടോ, പറിച്ചു കൊണ്ടെന്നൊക്കെയാണ്. ഇനി ഇതിന് കുറേ പരിപാടികളുണ്ട്, അതൊക്കെ നമുക്ക് കാണാനുള്ളതാണ്. ഇത് സംഭവം അത് ക്ലിയർ ചെയ്യാൻ പോവാണേ. അതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഇപ്പോൾ കാണിച്ചു തരും. ഇത് അവൻ കാണിച്ചു തരും, നമുക്ക് കാണിക്കാം. വേണ്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുരു എടുത്ത് വെള്ളം കളയണം. ഞെടുപ്പും കളയണോ അല്ലേ? അതിൻ്റെ ഞെടുപ്പ് കളയണതിൻ്റെ കാരണം എന്തിനാണ്ടി? ഈ സംഭവത്തിനകത്ത് ഞെടുപ്പ് കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ പുളി കഴിക്കാൻ നേരത്തെ അത് കമർപ്പ് വരും. അതായത് മീൻ്റെ അകത്തിട്ട് കഴിയുമ്പോൾ കമർപ്പ് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു. കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞെടുപ്പ് സഹിതം ഇങ്ങനെ കളയുന്നു. ഈ കുരു തന്നെ നല്ല ടേസ്റ്റാട്ടോ. അതിൻ്റെ അതൊരു കറയുണ്ട്, അത് പല്ലെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോവില്ല. പൊളി. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെനക്കേടുള്ള പണിയാട്ടോ. ഇത് അതിനുള്ളൊരു ഗുണം, ഇതിൻ്റെ അത് വിലയൊന്നിനുള്ള വിലയും കിട്ടില്ല. ഒരുപാട് വെറുതെ കഴിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പൊട്ടിക്കുക, ഞെടുപ്പ് കളയുക. അങ്ങനെ കിള്ളി എടുക്കുക. ഇങ്ങനെ തീ കൊടുത്തിട്ടാണ് പുളി സെറ്റാക്കണത്. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ആ പുളി കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടും കേട്ടോ.
അതാണ് ഇനി കാണാൻ പോണത് കേട്ടോ. ഈ ബക്കറ്റിൽ കൊണ്ടുവന്ന പുളി നമ്മുടെ അനിയൻ പുളി അതിൻ്റെ അകത്തേക്ക് ഇടാൻ പോവാ കേട്ടോ. അതെ ഇതുണ്ട് അത് ഇതുപോലെ ഒരു തീ കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ തട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിടും. ഇതുണ്ടോ, ഇതുപോലെ തട്ടുണ്ടാക്കിയിട്ടാണ് സംഭവം ചെയ്യണത്. ഇതിന് ഇതിൻ്റെ അകത്ത് കിടന്ന് എന്തോരം നേരം ഉണങ്ങണം അറിയുന്നു. ഇത് തീ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ തീ കൊടുത്തു കഴിയുമ്പോഴാണ് ഇതുപോലെ പുളി ഉണ്ടായി വരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ദിവസം കിടന്ന് പുളി ഉണങ്ങി കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ വരും കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസസ്സിങ് നടത്തിയ കുറച്ച് പുളികൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് കാരണം ഞാൻ മൊത്തത്തിൽ കാണിക്കേണ്ട ഇത് വന്നില്ല, ഒരു ദിവസം താമസിപ്പിക്കേണ്ട വന്നില്ല. ഇവിടെ തന്നെ കുറേ പുളികൾ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിപ്പോൾ ഉണങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് തീ പിടിപ്പിച്ച് നമ്മൾ പുക കാണിക്കുന്നതെന്നുള്ള പുക കൊടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചില്ല. അത് തീ ഒന്ന് പിടിപ്പിച്ചാൽ അറിയുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തീ ഇട്ട് ഇങ്ങനെ പുകയ്ക്കണം. ആ പുകയ്ക്കണം തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നു. റിനു നമ്മുടെ അനിയനാണ്, നമ്മുടെ സംഘാണ്. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തീ പിടിപ്പിക്കൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇങ്ങനെ പുകഞ്ഞ് വേണം സെറ്റാവാനതുകൊണ്ട് ഇതുപോലെ ഇനി കുറേ നേരം ഒരു ദിവസം ഇങ്ങനെ കറക്റ്റായിട്ട് തീ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ പുകച്ചെടുത്താൽ മാത്രമാണ്. നല്ല കഷ്ടപ്പാടാണ്. ഈ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഒരു സംഭവം ഇതിന് കിട്ടുന്നില്ല. ഇതുകൊണ്ടോ ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇതിപ്പോൾ ആവാത്ത പുളിയാണ്. ഇനി പായ പുളിയും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചേലിട്ട് ഉണങ്ങി തരുന്നില്ല. ചിലരൊക്കെ ഡ്രയറിൽ വെച്ച് ഉണങ്ങുന്നുണ്ട്. ഡ്രയറിൽ വെച്ച് ഉണങ്ങുന്ന പുളിക്ക് ഒരു കാരണവശാലും ഈ കറുത്ത കളർ കാണില്ല. ഈ പുളിക്ക് മാത്രമാണ് ഈ കറുത്ത കളർ കാണുള്ളൂ. ചെറിയ പുകപ്പര, വലിയ പുകപ്പരയല്ല, അത് കുഞ്ഞു പുകപ്പര അത്യാവശ്യം മാത്രം ചെയ്യണം. അപ്പോൾ നമുക്കിനി കരിഞ്ഞ് ഉണക്കി വെച്ചേക്കണ പുളി കാണാം കേട്ടോ. നല്ല മഴയായതുകൊണ്ട് ശരിക്കും പറയുന്നുണ്ട് ഈ പുളി കണ്ടോ നിങ്ങൾ, ഇതുകൊണ്ട് ഈ രീതിക്ക് ഉണങ്ങി വരുന്നുണ്ട്. അത് ഇതിൻ്റെ കറയാണ് ശരിക്കും ഇളകിയേക്കണേ. ഇതിൻ്റെ അകത്ത് വേറെ മിക്സ് ഒന്നും ചേർന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് വന്നേക്കണതായ മൊത്തം ഈ പുകക്കരി മാത്രമേ ഉള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പുളി ഉണങ്ങില്ല. ശരിക്കും പറഞ്ഞാൽ പുളി ഉണങ്ങണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയല്ല കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുടംപുളി മേടിക്കുന്നത് ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും. അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്തേക്കണം. ഇത് ഈ പുളിക്ക് നല്ല കാമ്പുള്ള കാരണം ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത്രയും നല്ല മനോഹരമായ പുളിയാണ്. അപ്പോൾ അതേ കേട്ടോ, ഈ പുളിയിൽ നിന്ന് ഈ പുളി എങ്ങനെ ആക്കിയതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി തോന്നുന്നു. അത്ര ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയ മനോഹരമായ കാഴ്ചയുമായി നമുക്ക് വീണ്ടും വരാം. ബൈ ബൈ.